നമസ്കാരം. ഇടയലേഖനങ്ങൾക്ക് ചവറ്റുകുട്ടയിലാണ് സ്ഥാനം. ഈ തിരഞ്ഞെടുപ്പ് പഠിപ്പിച്ച ഒരു പാഠമാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഇടയലേഖനങ്ങൾ ഇറക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളെ ജനം അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഈ ചർച്ചിൽ നിന്നും ഇറക്കുന്ന ഇടയലേഖനവുമായി ബന്ധപ്പെട്ടല്ല പറയുന്നത്. ചില ഉസ്താദുമാർ വ്യാപകമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ പ്രചരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തിന് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യണം, എന്തുകൊണ്ട് UDF വോട്ട് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് ചില ഉസ്താദുമാർ വാചാലരായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പല പ്രചരണങ്ങളും നടത്തി. അതിനവർ മതത്തെ കൂട്ടുപിടിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോടൊപ്പം അവർ വോട്ട് ചോദിച്ച് രഹസ്യമായി വീടുകളിലെത്തി. ചില ആളുകളെയൊക്കെ അവർ ഫോണിൽ ബന്ധപ്പെട്ടു. എന്തായാലും അത്തരക്കാർക്ക് ഇവരുമായി പല ബന്ധങ്ങളും ഉണ്ടാകും. അവരുടെ പല കാര്യങ്ങളും ഇവർ നടത്തി കൊടുക്കുന്നുണ്ടാകും. അതേസമയം സമുദായത്തിന് ഇവരെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. സമുദായത്തിനല്ല, സമൂഹത്തെ പോലും ഇവർ വഞ്ചിച്ചു. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒപ്പം നിന്നുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് പോകുന്നു, ഒരേ കാറിൽ സഞ്ചരിക്കുന്നു. വെള്ളാപ്പള്ളി ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. എന്തിന്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലും വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, മുസ്ലിം എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പല ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ വെള്ളാപ്പള്ളി നടേശൻ നല്ല സമുദായ നേതാവാണ്, അയാളൊരു വർഗീയവാദിയല്ല, അത്തരത്തിൽ സംസാരിക്കുന്ന ആളല്ല എന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട്, ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ രണ്ടു വഴിയും ഒരു മനസ്സുമാണ്. വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയെ കുറിച്ചുമൊക്കെ പറയുകയാണെങ്കിൽ അവർ ഒരുമിച്ചായിരുന്നു നടന്നിരുന്നത്. എന്തായാലും എന്നിട്ട് പോലും ഈ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും ന്യായീകരിച്ചാണ് ചില ഉസ്താദുമാർ രംഗത്തെത്തിയത്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഇതിനൊരു കാരണം എന്നിവർ പറയുന്നത് വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ UDF തമ്മിൽ നീക്കുപോക്കിന് തയ്യാറായി. വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് അവരെ അങ്ങ് പരമാവധി വലുതാക്കി. എന്തായാലും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സംഘപരിവാരങ്ങൾ ഉയർത്തുന്ന ഭീഷണിയാണോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണോ ഈ നാടിനാപത്ത്? ജമാഅത്തെ ഇസ്ലാമി അവർക്ക് ഈ ഉസ്താദുമാരുമായി ആശയപരമായിട്ടുള്ള പല വിയോജിപ്പുകളും ഉണ്ടാകാം. എനിക്കുമുണ്ട് ആശയപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പക്ഷെ അവർ പൊതുസമൂഹത്തിന് ദോഷകരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അത്തരത്തിൽ നീക്കങ്ങളുണ്ട്. അവർ മതരാഷ്ട്രവാദികളാണ്, അവർ വർഗീയവാദികളാണ്, അവരെ അടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ LDF ചില ആളുകൾ ഇറങ്ങിത്തിരിച്ചത്. എന്തായാലും ഇത്തരത്തിൽ ഇടയലേഖനങ്ങൾ ഇറക്കി വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച, അല്ലെങ്കിൽ മതം പറഞ്ഞ് വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുന്നതിന് വേണ്ടി, മതം കലർത്തി ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ചില ഉസ്താദുമാർ നടത്തിയ ശ്രമം അത് പൊതുജനം തള്ളിക്കളഞ്ഞു. അതിനെതിരെ പൊതുജനം വിധി എഴുതി. ഇനിയെങ്കിലും ഈ ഉസ്താദുമാരോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഇടയലേഖനങ്ങൾ ഇറക്കി നിങ്ങൾ നാണം കെടാൻ നിൽക്കരുത് എന്ന് മാത്രമാണ്. 505 പഞ്ചായത്തുകളിലാണ് UDF ഭരണം നേടിയത്. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും, ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിലും, കോർപ്പറേഷന്റെ കാര്യം നോക്കുകയാണെങ്കിലും UDF വലിയ മുന്നേറ്റം നടത്തി. ഈ ഉസ്താദുമാർ ഇപ്പോൾ ആരായി? അവർക്ക് എന്ത് വിലയാണ് ഇവിടെ സമുദായത്തിന്റെ ആളുകൾ തന്നെ കൽപ്പിച്ചു കൊടുത്തത്? എന്ത് വിലയാണ് അവർക്കുണ്ടായത്? അവരുടെ വാക്ക് ഏത് രീതിയിലാണ് എടുത്തത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് ഉസ്താദുമാരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്തായാലും ഇത്തരത്തിലുള്ള ഈ പണികളുമായി ഉസ്താദുമാർ ഇനിയെങ്കിലും ഇറങ്ങാതിരിക്കുക. നിങ്ങൾക്ക് രാഷ്ട്രീയം ആകാം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അതിലേക്ക് മതം കലർത്താതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ മതരാഷ്ട്രവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകളാണല്ലോ. എന്തിനാണ് ഈ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാക്കുന്നത്? ഇനിയെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.